സ്കൂളിലേക്ക് പോകാൻ ഒരുങ്ങുമല്ലേ? പുതിയ ബുക്കും പുസ്തകങ്ങളൊക്കെയായി നമ്മൾ പുതിയ ക്ലാസ്സിലേക്ക് ഒരുമിച്ച് കയറുകയാണ്. ഓരോ ക്ലാസ്സും പുതിയ ലോകമാണ് അല്ലേ? അവിടെ പുതിയ പാഠങ്ങളും ടീച്ചർമാരൊക്കെ നമ്മളെ കാത്തിരിക്കുകയായിരിക്കും. പുറത്തോട്ടൊന്ന് നോക്കിയേ, ആ പൊള്ളുന്ന വേനൽക്കാലമൊക്കെ എവിടെയോ പോയി. ഇപ്പൊ നല്ല തണുപ്പും കുളിരുള്ള മഴയും അവന്റെ കൂട്ടുകാരൻ കാറ്റും കൂടെ നമ്മുടെ നാട്ടിൽ ഒരുമിച്ച് തകർക്കുകയാണ്. ചുറ്റിലും മഴവെള്ളമൊക്കെ ആയി കഴിയുമ്പോ എന്തൊക്കെയായിരിക്കും നമ്മുടെ പരിപാടി? വെള്ളത്തിൽ കടലാസ് തോണികൾ ഒഴുക്കി വിടും, പിന്നെ ചാടിക്കളിക്കും, ഓടിക്കളിക്കും. അതൊക്കെ ആയിരിക്കുമല്ലേ നമ്മുടെയൊക്കെ പരിപാടി. മഴക്കാലം ആയിക്കഴിഞ്ഞാൽ നമ്മുടെ വറ്റിയ കിണറുകളൊക്കെ നിറയും. പിന്നെ അരുവികളും തോടുകളും നദികളൊക്കെ നിറഞ്ഞു കവിഞ്ഞൊഴുകും. ഡാമുകളൊക്കെ നിറഞ്ഞു കഴിയുമ്പോ അതിന്റെ ഷട്ടർ തുറന്നു വിടുന്ന കാണാൻ എന്ത് രസമല്ലേ? പക്ഷെ കൂട്ടുകാരെ, ഈ സന്തോഷത്തിനൊപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറെ കാര്യങ്ങളുണ്ട് കേട്ടോ. അതും കൂടെ നമുക്കൊന്ന് നോക്കണ്ടേ? മഴവെള്ളത്തിൽ കളിക്കാനൊക്കെ രസമായിരിക്കും, പക്ഷെ ചെളിവെള്ളത്തിൽ കളിച്ചാലോ പനി, ജലദോഷം, വയറിളക്കം, എലിപ്പനി, അങ്ങനെ അസുഖങ്ങളായിരിക്കും. അതുകൊണ്ട് ചെളിവെള്ളത്തിൽ കളിക്കൽ നിർത്തണേ. വെള്ളം കെട്ടിക്കിടക്കുന്ന സ്ഥലത്തോടൊക്കെ നടക്കുന്നത് ഒഴിവാക്കണേ. അതിനകത്ത് നമ്മൾ അറിയാത്ത കുഴികളും ഓടകളൊക്കെ കാണും, വീഴാനുള്ള സാധ്യത ഉണ്ട്. മഴക്കാലത്ത് തോടുകളും പുഴകളും ഒക്കെ കവിഞ്ഞൊഴുകുമെന്ന് പറഞ്ഞല്ലോ. പക്ഷെ ആ സമയത്തൊന്നും നമ്മള് പുഴയ്ക്കകത്ത് കുളിക്കാനും കളിക്കാനൊന്നും പോകരുത് കേട്ടോ. ഒഴുക്കിപ്പെട്ട് കഴിഞ്ഞാ നമുക്ക് തിരിച്ചു കയറാൻ പറ്റത്തില്ല. മഴ മാത്രമല്ല കേട്ടോ, മഴയുടെ കൂടെയുള്ള കാറ്റും ഭയങ്കര പ്രശ്നമൊക്കെ കഴിഞ്ഞാ നമ്മൾ കുട നൂർത്തിയാലോ അന്നേരം അങ്ങ് പിടിച്ചു വലിച്ചോണ്ട് പോകും. അത്രയും കാറ്റിന്റെ പരിപാടി. നമുക്ക് പിടിച്ചു നിർത്താത്ത അത്രയും കാറ്റ് വന്നാൽ നമ്മൾ എന്ത് ചെയ്യണമെന്നാ? കുടയെന്ന് കൈ വിടണം. അല്ലെങ്കിൽ നമ്മളെ ആ കാറ്റ് കുടയുടെ കൂടെ പൊക്കിക്കൊണ്ട് പോയി അടുത്തുള്ള റോട്ടിന്റെ നടുക്കോ അല്ലെങ്കിൽ പുഴയിലോ പിന്നെ കുഴിയിലോ എല്ലാം കൊണ്ടുപോയിട്ടാ നമ്മൾ എന്ത് ചെയ്യും? ബൈക്കിലോ സ്കൂട്ടിയിലോ ഒക്കെ വരുന്ന കൂട്ടുകാരില്ലേ, പുറയിലിരുന്ന് കുട ചൂടിക്കൊണ്ട് വരരുത്. അങ്ങനെ വന്നാല് കാറ്റ് വരുമ്പോ നമ്മളും കുടയും കൂടെ പുറകോട്ട് മറിഞ്ഞു വീഴും. അതുകൊണ്ട് നമ്മൾ റെയിൻകോട്ട് മാത്രമേ ഇട്ടുകൊണ്ട് വരാവുള്ളൂ. ഇടിമിന്നലൊക്കെ ഉണ്ടാവുമ്പോ തുറസായ സ്ഥലങ്ങളിലും പിന്നെ ഒറ്റപ്പെട്ട വലിയ മരങ്ങളുടെ താഴെയും പിന്നെ പുഴയുടെയും നദികളുടെ ഒക്കെ അരിയിലൊന്നും പോയി നിൽക്കരുത്. എത്രയും പെട്ടെന്ന് സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറണം. മഴക്കാലത്തുണ്ടല്ലോ നമ്മുടെ നടപ്പാതകളും റോഡുകളും ഒക്കെ പായൽ പിടിച്ച് വഴുവഴുപ്പുള്ളതായി മാറും. അതുകൊണ്ട് ഗ്രിപ്പുള്ള ചെരുപ്പ് മാത്രമേ മഴക്കാലത്ത് നമ്മൾ ഇടാവുള്ളൂ, അല്ലെങ്കിൽ തെന്നി വീഴും. വഴികളിലെ പുല്ല് പിടിച്ച ഭാഗത്തോടൊക്കെ നമ്മൾ നടക്കുന്നത് ഒഴിവാക്കണം കേട്ടോ. അല്ലെങ്കിൽ അതിൻ്റെ ഇടയ്ക്ക് പാമ്പും പിന്നെ തേളും പഴുതാരൊക്കെ കയറിയിരിക്കും. അതുകൊണ്ട് അത് ഒഴിവാക്കണേ. നമ്മുടെ കയ്യിലൊക്കെ വെള്ളമുള്ള സമയത്ത് സ്വിച്ച് ഇടാൻ വേണ്ടി പോകരുത്, അന്നേരം നമുക്ക് ഷോക്ക് അടിക്കും. മഴയത്തും കാറ്റിലൊക്കെ കറണ്ട് കമ്പിയും പിന്നെ പോസ്റ്റൊക്കെ ഒടിഞ്ഞു വീഴാനുള്ള സാധ്യത ഉണ്ട്. അങ്ങനെ നമ്മൾ കണ്ടാൽ നമ്മൾ എൻ്റെ അടുത്തോട്ട് ഒരിക്കലും പോകരുത്. അന്നേരം തന്നെ മുതിർന്നവരെ അറിയിക്കണം. ബസ്സിലൊക്കെ വരുന്ന കൂട്ടുകാർ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് അതിന്റെ മുമ്പിൽ കൂടെയോ പുറകിൽ കൂടെ ഒന്നും റോഡ് ക്രോസ് ചെയ്യാൻ പാടില്ല. അന്നേരം അത് ഡ്രൈവർക്ക് കാണാൻ പറ്റത്തില്ല. അങ്ങനെയൊക്കെ കുറെ അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. റോഡ് ക്രോസ് ചെയ്യുമ്പോൾ ട്രാഫിക് ലൈറ്റുകൾ ശ്രദ്ധിക്കണം. സീബ്ര ലൈനിൽ കൂടെ മാത്രമേ റോഡ് ക്രോസ് ചെയ്യാവുള്ളൂ. ലൈറ്റും സീബ്ര ലൈനും ഇല്ലാത്ത സ്ഥലത്തോ രണ്ട് സൈഡിൽ നോക്കി അവിടെ നിന്നൊന്നും വണ്ടി വരുന്നില്ലെങ്കിൽ നമ്മൾ റോഡ് ക്രോസ് ചെയ്യണം. ഇതുവരെ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞു അല്ലേ? ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ മഴയും പിന്നെ കാറ്റിനെയും ഒന്നും പേടിക്കാതെ സ്കൂളിൽ പോകാനും പഠിക്കാനും കളിക്കാനും ഒക്കെ സാധിക്കും. ഈ പുതിയ സ്കൂൾ വർഷം എല്ലാ കൂട്ടുകാർക്കും സുരക്ഷിതവും സന്തോഷകരമാകട്ടെ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവർക്കും ഷെയർ ചെയ്യണേ. പിന്നെ ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ഒക്കെ ചെയ്യണേ. നമുക്കിനി അടുത്ത വീഡിയോ കാണാം.